സംസ്ഥാന പാതയിൽ കിളിമാനൂരിന് സമീപം പുളിമാത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നും ഈ അപകടത്തിന്റെ വാർത്തകൾ തന്നെയാണ്. പരിക്കേറ്റവരെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജിബിൻ ജെബി വിവരങ്ങൾ നൽകാനുള്ളത്. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാറുകൾ കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഒരു കാറ് എനിക്ക് തോന്നുന്നു അതിന്റെ സൈഡ് തെറ്റിച്ചാണ് അത് കടന്നു വന്നതെന്ന് തോന്നുന്നു. ജിബിനാണ് വിവരങ്ങൾ നൽകുന്നത്. ജിബിൻ, എന്താണ് ഉണ്ടായത്? അക്ഷയ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംസ്ഥാന പാതയിൽ കിളിമാനൂർ പുളിമാത്ത് ഈ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. മാരുതിയുടെ തന്നെ വാഗണർ കാറും അതുപോലെ ഓൾട്ടോ കാറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇതിൽ അശ്രദ്ധമായി വരുന്ന ഈ വാഗണർ കാറാണ് അപകടത്തിന് കാരണമായതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇടതുവശം ചേർന്ന് വരേണ്ട കാർ അവിടെ എത്തുമ്പോഴേക്കും കാറിന്റെ നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് വരുന്നു. തുടർന്ന് അതേ ദിശയിൽ നിന്ന് വന്ന ഓൾട്ടോ കാറിനെ ഇത് വീണ്ടും ഇടിക്കുകയായിരുന്നു. നേരിട്ട് കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാറിലുണ്ടായിരുന്ന 5 പേരാണ് ചികിത്സയിലുള്ളത്. ആരുടെയും പരിക്കുകൾ അത്ര ഗുരുതരമല്ല. എല്ലാവരും 5 പേരും പരിക്കേറ്റ 5 പേരെയും തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കാറിലുണ്ടായിരുന്നത് നെടുമങ്ങാട് സ്വദേശികളായ ഗോപകുമാർ, വിജയകുമാർ എന്നിവരും മറ്റു കാറിലുണ്ടായിരുന്നത് ഷീല, ബാലചന്ദ്രൻ, അദ്വിക എന്ന 3 പേരുമാണ് ആ കാറിലുണ്ടായിരുന്നത്. ഇതിൽ അദ്വിക എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. കുട്ടിക്കും പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റ 5 പേരെയും ഇപ്പോൾ വെഞ്ഞാറമൂട് ആശുപത്രിയിലാണ്, ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ അശ്രദ്ധമായി ഓടിച്ചു വരുന്ന വാഗണർ കാറാണ് ഈ ഒരു അപകടത്തിന് കാരണമാകുന്നത്. ഓടിച്ചു വന്നതാണോ അതോ വാഹനത്തിന്റെ നിയന്ത്രണം പോയതാണോ? ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ കയറി വരികയാണ്. എന്താണ് ഉണ്ടായതെന്നതിൽ വ്യക്തതയുണ്ടോ? അശ്രദ്ധ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാർ റോങ് സൈഡിൽ കയറിയതിനു ശേഷം അവിടെ നിന്ന് കാർ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് അതേ ദിശയിൽ നിന്ന് തന്നെ ഈ ആൾട്ടോ കാർ വരികയുണ്ടായത്. പക്ഷേ ഈ കാറ് ദിശ മാറി വരുന്നത് കണ്ടിട്ട് പോലും അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അവിടെ നിന്ന് വെട്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഓൾട്ടോ കാറിലേക്ക് ഈ കാർ ഇടിച്ചു കയറുന്നത്. ഇതിന്റെ ഇടതുവശം ചേർന്നാണ് പൂർണ്ണമായി ഇടിച്ചു കയറുന്നത്. ആ കാർ നമുക്ക് ആ ഓൾട്ടോ കാർ കണ്ടാൽ മനസ്സിലാകും. കാരണം വേഗണർ കാർ നേരിട്ടെന്ന് അതിൽ ഇടിച്ചു കയറി വലിയ രീതിയിലുള്ള പരിക്കുകളാണ് കാറിന് പറ്റിയിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ട് സൈഡിന്റെ ഇടതുവശം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. ഇതേ സൈഡിലിരുന്ന ആളിന്റെ പരിക്കാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. എന്തായാലും നിലവിൽ 5 പേരും ഗോകുലം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.